നമസ്കാരം. പ്രധാന വാർത്തകൾ. അടുത്ത 10 വർഷവും രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാവുമെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. ബി.ജെ.പിക്കൊപ്പം നിന്നാൽ കേരളത്തിലും വലിയ മാറ്റങ്ങൾ വരുമെന്നും കെ. സുരേന്ദ്രൻ. വികസന പദ്ധതികളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുന്നതായി ആക്ഷേപം. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. ഒരു വാർഡുകളോടും വേർതിരിവും വിവേചനവും കാണിച്ചിട്ടില്ലെന്ന് ഭരണപക്ഷം. 3ാം വാർഷികം ആഘോഷിച്ച് ഭരണസമിതി വിട്ടുനിന്ന പ്രതിപക്ഷം. ശ്രീകൃഷ്ണപുരത്ത് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചു പഞ്ചായത്ത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കച്ചവടക്കാരെയാണ് ഒഴിപ്പിച്ചത്. സ്ഥലത്ത് കച്ചവടക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം. ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. വൈകാരികതയുടെയും വെറുപ്പിന്റെയും രാഷ്ട്രീയമല്ല വേണ്ടതെന്നും മുനവർ അലി തങ്ങൾ. മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര പൊളിച്ചത് കൗൺസിലിൽ ചർച്ച ചെയ്യാതെ. ധൃതി പിടിച്ചുള്ള തീരുമാനത്തിന് പിന്നിൽ മറ്റു താൽപര്യങ്ങളെന്നും യാത്രകൾ. വിശദമായ വാർത്തകളിലേക്ക്. അടുത്ത 10 വർഷവും രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാവുമെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. ബി.ജെ.പിക്കൊപ്പം നിന്നാൽ കേരളത്തിലും വലിയ മാറ്റങ്ങൾ വരുമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ബി.ജെ.പി. പുലാപ്പറ്റ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ. സുരേന്ദ്രൻ. പ്രിയങ്കരനായ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നപ്പോഴും രാഷ്ട്രീയം നോക്കാതെ ആളുകൾ ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ എത്തിയിരുന്ന കാഴ്ച നിങ്ങളെല്ലാവരും ടി.വിയിലും പത്രത്തിലും എല്ലാം കണ്ടിരുന്നു. അതിനേക്കാൾ അഭൂതപൂർവമായിട്ടുള്ള വരവേൽപ്പായിരിക്കും ഇത്തവണ തൃശ്ശൂരിൽ മോദിക്ക് ജനങ്ങൾ നൽകാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കെന്തായാലും സംശയമില്ല. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. 2024 രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവാൻ പോകുന്നത് മറ്റാരുമല്ല, ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി തന്നെ ആയിരിക്കും എന്നെല്ലാവരും സമ്മതിക്കുന്നു. ഇവിടെ ജയിച്ചുപോയ എംപിമാരടക്കം സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് 2024 2029 ഒന്നും ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷത്തിനും ഇനി സാധിക്കില്ല. അതുകൊണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ അല്ലെങ്കിൽ നാടിനെ നയിക്കാൻ താല്പര്യമുള്ളവരെ, വികസനം എത്തിക്കാൻ താല്പര്യമുള്ളവരെ കേരളം തെരഞ്ഞെടുത്ത് അയച്ചിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിന് ഇനിയും ധാരാളം പ്രയോജനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുമായിരുന്നു. നമുക്ക് എന്ത് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ദൂർത്തടിച്ച് നടക്കുന്ന പ്രവർത്തനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ ചെയ്യുന്നതെന്നും കെ. സുരേന്ദ്രൻ ആരോപിച്ചു. ബി.ജെ.പി. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് രാംകുമാർ അധ്യക്ഷനായി. കെ. ശ്രീഹരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി സി. കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് കെ. എം. ഹരിദാസ്, എൻ. ശിവരാജൻ, പി. വേണുഗോപാൽ, കെ. സുകുമാരൻ, കെ. നിഷാദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം, CPM-ൽ നിന്നും പാർട്ടി വിട്ടെത്തിയ അംഗങ്ങൾക്ക് സ്വീകരണം എന്നിവയുമുണ്ടായി. വികസന പദ്ധതികളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുന്നുവെന്ന് പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ ആക്ഷേപം. വേർതിരിവും വിവേചനവും കാണിക്കുന്നില്ലെന്ന് ഭരണപക്ഷാംഗങ്ങളും വാദിച്ചു. ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കവും ഉണ്ടായി. പെരിന്തൽമണ്ണ നഗരസഭയിലെ റോഡ് വികസന പദ്ധതികളിൽ ഉൾപ്പെടെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളോട് വിവേചനം കാണിക്കുന്നതായി പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ പരാതിപ്പെട്ടു. പച്ചേരി ഫാറൂഖാണ് ഈ വിഷയം കൗൺസിൽ യോഗത്തിൽ പറഞ്ഞത്. ഭരണം 3 വർഷം പിന്നിട്ട നഗരസഭ പറയാൻ കഴിയുന്ന എന്ത് വികസനമാണ് നടപ്പാക്കിയതെന്നും പച്ചേരി ഫാറൂഖ് ചോദിച്ചു. എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ നഗരസഭയുടെ ഭരണസമിതിയുടെ ആ ഒരു പൊള്ളലില്ലാത്ത നിലപാടിന്റെ ദീർഘവീക്ഷണം
വിശദീകരണവുമായി നഗരസഭാ ചെയർമാൻ പി ഷാജി സംസാരിച്ചതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കത്തിനിടയാക്കി. ഒരു വാർഡുകളോടും അവഗണന കാണിക്കുന്നില്ലെന്നും എല്ലാ വാർഡുകളെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ടെന്നും ചെയർമാൻ പി ഷാജി പറഞ്ഞു. ഈ സാധനം നോക്കിയിട്ടുള്ള വിവേചനം തന്നെ പറയണ്ടേ? അല്ല, ഇത് നോക്കിയിട്ടല്ലേ പറയണ്ടേ? 11 പണികളായ വർക്കുകൾക്കാണ് താല്പര്യം. ഇത് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ? ഇതിൽ ഒന്നാമത്തെ വർക്ക് 5-ാം വാർഡില പ്രതിപക്ഷ വാർഡല്ലേ? നഗരത്തിൽ നജീബ് കാന്തപുരം MLA കൊണ്ടുവന്ന പദ്ധതികളൊന്നും നഗരസഭാ ഭരണസമിതിയും അധികൃതരും അറിയുന്നില്ലെന്ന് സ്ഥിരസമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തി. ടൗൺഹാൾ കക്കൂത്ത് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും ട്രാഫിക് നവീകരണ പദ്ധതിയുമാണ് കെ ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ നഗരസഭ നടപ്പാക്കുന്ന പദ്ധതികളിൽ ഒന്നിൽ പോലും MLAയെ അറിയിച്ചിട്ടില്ലെന്ന് കൗൺസിലർ പച്ചേരി ഫാറൂഖ് ചൂണ്ടിക്കാട്ടി. താമരത്ത് സലീം, പത്തത്ത് ജാഫർ, നെച്ചിയിൽ മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗ അജണ്ടകളും തീരുമാനങ്ങളും ഇനി പൊതുജനങ്ങൾക്കും അറിയാനാകും. നഗരസഭയുടെ 6ാം ഭരണസമിതിയുടെ 3ാം വാർഷികം ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ ആഘോഷിച്ചു. ആഘോഷ ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ വിട്ടുനിന്നു. നഗരസഭയിൽ അമൃത് 2 പദ്ധതിയിൽ കുടിവെള്ള കണക്ഷനു വേണ്ടി അപേക്ഷിച്ച 1698 ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കൗൺസിൽ യോഗം അംഗീകരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ നിലവിലെ ഭരണസമിതിയുടെ 3ാം വാർഷികം കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ജീവനക്കാരും കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് ആഘോഷിച്ചു. ശനിയാഴ്ച കൗൺസിൽ യോഗം ചേരുന്നതിനു മുമ്പാണ് ആഘോഷം നടന്നത്. ഇളം പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് കൗൺസിലർമാരും ജീവനക്കാരും യോഗത്തിനെത്തിയത്. എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ആഘോഷ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. തുടർന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പങ്കെടുത്തു. കൗൺസിൽ യോഗ അജണ്ടകൾ പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന സകർമ്മ സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. നിലവിൽ കൗൺസിൽ യോഗം ചേരുന്നതിന് 4 ദിവസം മുമ്പ് കൗൺസിലർമാർക്ക് അജണ്ടകൾ ലഭിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പൊതുജനങ്ങൾക്കും മീറ്റിംഗ് LSG.Kerala സൈറ്റിലൂടെ അജണ്ടകൾ അറിയാനാകും. അജണ്ടകളിന്മേൽ കൗൺസിൽ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളും 24 മണിക്കൂറിനകം ലഭ്യമാകും. ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ 22 അജണ്ടകൾ ചർച്ച ചെയ്തു. അമൃത് ജലവിതരണ പദ്ധതിയിൽ അപേക്ഷിച്ച 1698 ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കൗൺസിൽ യോഗത്തിൽ അംഗീകരിച്ചു. അമൃത് പദ്ധതിയിൽ 3000 കുടിവെള്ള കണക്ഷനുകൾ നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായവും നഗരസഭയുടെ ഫണ്ടും ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിക്ക് 10,32 ലക്ഷം രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. 10 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പൈപ്പുകൾ സ്ഥാപിക്കും. 18 കിലോമീറ്റർ ഭാഗത്ത് പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കും. അടുത്ത വർഷത്തോടെ പദ്ധതി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീകൃഷ്ണപുരത്ത് മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി റോഡിന് വശങ്ങളിലായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചു. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥരും കച്ചവടക്കാരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. അത് 16 ദിവസത്തിലധികം അപ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം നോക്കിയിട്ടാണ്. അപ്പോൾ ഇതുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചത് അതിനൊരു വിലയില്ല, ഇതിൻ്റെ പിന്നെ സുപ്രീം കോടതി വിധി ഉണ്ടായത് അതിനൊരു വിലയില്ല. അല്ല ഞങ്ങളിപ്പോൾ മറ്റേ ഈ രണ്ടിനൊരു വിലയില്ല എന്നുള്ളത് മാത്രമല്ലേ. കാൽനട യാത്രക്കാർക്കും മറ്റും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന പരാതിയിലാണ് ശ്രീകൃഷ്ണപുരത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചത്. അനധികൃതമായി കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്ന് വ്യാപാരികളും ആവശ്യപ്പെട്ടിരുന്നു. പഞ്ചായത്ത് ഇവർക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നതാണ്. ഈ സമയപരിധി കഴിഞ്ഞിട്ടും ഒഴിഞ്ഞുമാറാൻ തയ്യാറാകാത്ത കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനായാണ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറി ജയപ്രകാശ്, UD ക്ലർക്ക് വിവേക്, OA ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. എന്നാൽ ഇത് കച്ചവടക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കത്തിനും ഇടയാക്കി. അതിൽ വ്യാപാരികൾ ഫുള്ള് പണ്ട് സ്ഥാപനത്തിന് മുന്നിൽ വെച്ചിട്ടല്ല ഇത് മേടിക്കുന്നത്, സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ അതിന് പരാതികൾ ഉണ്ടാവില്ല. ഇതല്ലേ നമ്മൾ പറയുന്നത് സംഭവം. ശ്രീകൃഷ്ണപുരം SI K സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു.
ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി തങ്ങൾ. വൈകാരികതയുടെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയമല്ല ഉയർത്തിപ്പിടിക്കേണ്ടതെന്നും മുനവർ അലി തങ്ങൾ അഭിപ്രായപ്പെട്ടു. യൂത്ത് ലീഗ് ജില്ലാ യൂത്ത് മാർച്ചിന് ചെറുപ്പശ്ശേരി നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നവരാകണം ഭരണാധികാരികൾ. ജനാധിപത്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ടാവണം അനീതിക്കെതിരെ പോരാടേണ്ടത്. കേരളത്തിൽ ഇടതു സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങളിപ്പോൾ ദുരിതത്തിലാണെന്നും പാണക്കാട് മുനവർ അലി തങ്ങൾ പറഞ്ഞു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ മതവിശ്വാസങ്ങളിലും ഒരേപോലെ ഈ നാട്ടിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിഭാസത്തിൽ നിന്നും ഏകപക്ഷീയമാക്കി മാറ്റിക്കൊണ്ട് ഏക സിവിൽ കോഡ് അടക്കമുള്ള യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം നമ്മുടെ മുൻഗാമികളിൽ കണ്ട ഇന്ത്യയുടെ സ്വപ്നം, നെഹ്റു കണ്ട സ്വപ്നം, ഗാന്ധിജി കണ്ട സ്വപ്നം, ശ്രീനാരായണ ഗുരു കണ്ട സ്വപ്നം, സ്വാമി വിവേകാനന്ദൻ കണ്ട സ്വപ്നം, അതൊക്കെ എല്ലാ മനുഷ്യരുടെയും ഇന്ത്യ എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ചിലർക്ക് മാത്രം ഇന്ത്യ മതി എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കേണ്ട ഒരു വലിയ ബാധ്യത നമുക്കുണ്ട്. ആ ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ്. 7 വർഷമായി ഇടതുപക്ഷ സർക്കാർ ജനദ്രോഹപരമായിട്ടുള്ള ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം ഉപയോഗിക്കുന്ന വൈദ്യുതിയും നിത്യോപയോഗ സാധനങ്ങൾ, വൈദ്യുതിയായാലും ഭക്ഷണമായാലും ജനങ്ങൾ, സാധാരണ ജനങ്ങൾ അവർക്ക് താങ്ങാൻ കഴിയുന്ന അധികം ബാധ്യത വരുന്ന രീതിയിൽ വിലക്കയറ്റം വർദ്ധിച്ചിരിക്കുന്നു. നവകേരള സദസ്സിനെതിരെ സമരം ചെയ്യുന്നവരെ കായികമായി പ്രതിരോധിച്ചുകൊണ്ട്, അവരെ കൂച്ചുട്ടിക്കൊണ്ട് അടിച്ചുകൊണ്ട്, അവരെ ദ്രോഹിച്ചുകൊണ്ട് ഒക്കെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. യൂത്ത് ലീഗ് ദേശീയ കൺവീനർ TP അഷ്റഫ് അലി, മുസ്ലിം ലീഗ് നേതാക്കളായ മരക്കാർ മാരായമംഗലം, KK അസീസ്, ഗഫൂർ കൊൽക്കളത്തിൽ, PP അൻവർ സാദത്ത്, അബ്ദുറഹ്മാൻ ചളവറ, NK ബഷീർ, മാടാല മുഹമ്മദ് അലി, സൽമാൻ കൂടമംഗലം, ജാഫർ മാരായമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെ, വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് യൂത്ത് ലീഗ് ജില്ലയിൽ യൂത്ത് മാർച്ച് നടത്തുന്നത്. ഷൊർണൂർ മണ്ഡലം തല പരിപാടിയാണ് ചെറുപ്പശ്ശേരിയിൽ നടന്നത്. കോതകുരിശിയിൽ നിന്ന് ആരംഭിച്ച യൂത്ത് മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. മാർച്ച് ഞായറാഴ്ച തൃത്താലയിൽ സമാപിക്കും. വർഗീയതല വിശ്വവിത്തുകൾ പാകി മതവിദ്വേഷവും വിഭാഗീയതയും കൊണ്ട് മഹിതമായ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സകലമാണ് സംസ്കാരങ്ങളെയും തകർക്കാൻ ശ്രമിച്ചുപോയ സംഘപരിവാരത്തിന്റെ വർഗീയതക്കും വിദ്വേഷത്തിനുമെതിരായി കൊണ്ട് അധികാരത്തിന്റെ അഹന്തതയിൽ സാധാരണക്കാരന്റെ അവകാശങ്ങൾ പോലും കവർന്നുള്ളത് സംസ്ഥാന ഭരണം. ഇടവേള. വാർത്തകൾ തുടരുന്നു. കാലങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ എടത്തനാട്ടുകര ചൂളി മുണ്ടക്കുളം റോഡ് നവീകരിക്കാൻ നടപടികളായി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്താണ് റോഡ് നവീകരിക്കുക. പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന മുണ്ടക്കുളത്തേക്കുള്ള യാത്രയാണിത്. ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് കാലങ്ങളായി. ചുളിയിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമാണ് മുണ്ടക്കുളത്തേക്കുള്ളത്. ഈ ദൂരം മുഴുവൻ വലിയ കല്ല് പതിച്ച പാതയാണ്. 4 വീൽ ഡ്രൈവ് ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രദേശത്തേക്ക് എത്താൻ കഴിയൂ. അത്യാവശ്യമായി ആശുപത്രിയിലെത്തണമെങ്കിൽ പോലും കഴിയാത്ത സ്ഥിതി. ഈ ദുരിതയാത്രയ്ക്കാണ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ശാശ്വത പരിഹാരം കണ്ടത്. ഏറ്റവും യാത്രാക്ലേശമുള്ള 370 മീറ്റർ ദൂരം 3 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യാനാണ് 2023-2024 വാർഷിക പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് 21.5 ലക്ഷം രൂപ നീക്കിവെച്ചത്. ഗ്രാമപഞ്ചായത്ത് അധികൃതർ വെള്ളിയാഴ്ച സ്ഥലത്തെത്തി എസ്റ്റിമേറ്റ് എടുത്തു. ടെൻഡർ നടപടികളും ത്വരിതഗതിയിലാക്കി ഉടൻ പ്രവൃത്തി ആരംഭിക്കാനാണ് ലക്ഷ്യമാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ട്രസ്റ്റിൻ്റെ അനുമതി ലഭിക്കാതെയും ഓരോ സാങ്കേതിക തടസ്സങ്ങൾ മൂലം
പ്രവർത്തനം നടക്കാതെ നടന്നിരുന്ന ഈ ഒരു റോഡിനെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് ഫോറസ്റ്റിന് അനുമതി നൽകി ഈ വർഷത്തെ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ ഒരു നവീകരണത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ആദ്യഘട്ടത്തിലാണിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 25 കുടുംബങ്ങളെ കൂടാതെ 19 SC കുടുംബങ്ങളുടെ ഉൾപ്പെടെ നിരവധി പേരുടെ സ്ഥിരം കൃഷിഭൂമിയും മുണ്ടക്കുളത്തുണ്ട്. 1 കിലോമീറ്റർ ദൂരത്തിലെ 800 മീറ്റർ ഭാഗവും വനം വകുപ്പിൻ്റെ ഉടമസ്ഥതയിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഈ ഭാഗം നവീകരിക്കാനുള്ള അനുമതി വനം വകുപ്പിൽ നിന്നും ലഭിച്ചിരുന്നു. ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. DFO വിനോദ് സാർ, അതുപോലെ റേഞ്ചർ, അതുപോലെ ഫോറസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും ഇതിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുകരണമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഉടനെ ഇതിൻ്റെ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസിഡന്റ് സജന സത്താർ, സ്ഥിരം സമിതി അധ്യക്ഷ M. ജിഷ, വാർഡംഗം ബഷീർ പടുകുണ്ടിൽ, ഗ്രാമപഞ്ചായത്ത് AE തൻസീലു, ഓവർസിയർ ഷബാബ് എന്നിവരെ കൂടാതെ മുൻ വാർഡംഗം മടത്തൊടി അബുബക്കർ, ഹമീദ് പടുകുണ്ടിൽ, P. നൌഷാദ്, P. അബ്ദുള്ള, A. ഇസ്മയിൽ, N. ഫിറോസ്, K. സാബു എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മോട്ടോർ സൈക്കിളിൽ ഈ ചുരം റോഡ് കയറി പുലർച്ചെ സ്ഥിരമായി റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നവരുമുണ്ട്. 3000 അടിയോളം ഉയരത്തിലുള്ള പ്രദേശമാണ് മുണ്ടക്കുളം. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായും ഇവിടേക്ക് നിരവധി പേർ എത്തുന്നുണ്ട്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര പൊളിച്ചത് ബദൽ സംവിധാനം ഒരുക്കുകയോ കൗൺസിലിൽ വിശദമായി ചർച്ച നടത്തുകയോ ചെയ്തതിനു മുമ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് ബസ് ഉടമകളുടെ യോഗം വിളിച്ചതും മേൽക്കൂര പൊളിച്ച് യാത്രക്കാർ പെരുവഴിയിലായതിനു ശേഷം. നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര ഏതാനും ദിവസം മുമ്പാണ് പൊളിച്ചു മാറ്റിയത്. പൊളിച്ച മേൽക്കൂര പുതിയ കെട്ടിടത്തിന്റെ മുമ്പിൽ കെട്ടിയെങ്കിലും ബസ് നിർത്തുന്നത് ഇവിടേക്ക് മാറ്റിയില്ല. ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും പഴയ കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുമ്പിലാണ്. നഗരസഭ ഉദ്ദേശിക്കുന്ന മാറ്റം സ്ഥലപരിമിതിയുള്ള ബസ് സ്റ്റാൻഡിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും മുമ്പ് മേൽക്കൂര പൊളിച്ച് യാത്രക്കാരെ വെയിലത്ത് നിർത്തേണ്ടിയിരുന്നോ എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. പുതിയ കെട്ടിടത്തിന് മുമ്പിലേക്ക് കാത്തിരിപ്പ് കേന്ദ്രം മാറ്റുന്നതിന്റെ ലക്ഷ്യം പുതിയ കെട്ടിടത്തിലെ കടമുറികൾ വാടകയ്ക്ക് നൽകലാണെന്നും യാത്രക്കാർ ആരോപിച്ചു. യാത്രക്കാരെ പുതിയ കെട്ടിടത്തിന് മുമ്പിലെത്തിച്ചാൽ മുറികൾ വാടകയ്ക്ക് എടുക്കാൻ ആളുകളെ കിട്ടുമെന്ന ലക്ഷ്യം വെച്ചാണ് ധൃതി പിടിച്ചുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മാറ്റമെന്നും യാത്രക്കാർ പറഞ്ഞു. കാത്തിരിപ്പ് കേന്ദ്രം മാറ്റി ഏതാനും ദിവസം പരീക്ഷണവട്ടം നടത്തിയ ശേഷം മതിയായിരുന്നു മേൽക്കൂര പൊളിക്കൽ. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പൊരിവെയിലത്താണ് യാത്രക്കാർ നിൽക്കുന്നത്. ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ച് ഇവിടെ ബസ് ബേ ഒരുക്കി ബസ്സുകൾ നിർത്തിയിടാൻ സൗകര്യമൊരുക്കുമെന്നാണ് നഗരസഭ പറയുന്നത്. കെട്ടിടം പൊളിച്ച് ബസ് ബേ ഒരുക്കാൻ മാസങ്ങളെടുക്കും. അതിനു മുമ്പ് മേൽക്കൂര പൊളിച്ച് യാത്രക്കാരെ പെരുവഴിയിലാക്കിയത് എന്തിൻ്റെ പേരിലാണെന്നും യാത്രക്കാരുടെ ചോദ്യമാണ്. മണ്ണാർക്കാട് കല്യാണക്കാപ്പിലെ ബീരാൻ ഔലിയ ബാലിക മെമ്മോറിയൽ ഇസ്ലാമിക് കോംപ്ലക്സ് യത്തീംഖാനയിൽ ഒരു യുവതി കൂടി സുമംഗലിയാകുന്നു. ഞായറാഴ്ച 11-നും 12-നും ഇടയ്ക്ക് നടക്കുന്ന നിക്കാഹിന് OMS മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അലനല്ലൂർ സ്വദേശി ഫാത്തിമ ബീവിയുടെ വിവാഹമാണ് നടക്കുന്നത്. മലപ്പുറം പാങ്ങ് സ്വദേശി അബ്ദുറഹ്മാനാണ് വരൻ. നിരാലംബരും അനാഥകളുമായ ഒട്ടേറെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവുമാണ് ബീരാനോലിയ ഉപ്പാപ്പ മഖാം ഖാദിം ഫക്രുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനം നടത്തിവരുന്നത്. ഒട്ടേറെ പെൺകുട്ടികളുടെ വിവാഹവും ഇതിനകം നടത്തി. ബീരാനോലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് കല്യാണക്കാപ്പിൽ നിലകൊള്ളുന്ന സ്ഥാപനമാണ് ബീരാനോലിയ യത്തീംഖാന അഗതി മന്ദിരം. ഓരോ വർഷവും അവിടെ നിന്ന് നിരവധി പെൺകുട്ടികൾ വിദ്യ നേടി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ വിവാഹം വരുമ്പോൾ ആ സമയം സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഒട്ടനവധി നിരവധി യതീമുകളും അഗതികളും അനാഥകളുമായ പെൺകുട്ടികൾക്ക് മംഗല്യ സൗഭാഗ്യം ലഭിച്ച സ്ഥാപനമാണ് ഇന്ന് കല്യാണക്കാപ്പിൽ നിലകൊള്ളുന്ന ബീരാനൗലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ബീരാനൗലിയ ഇസ്ലാമിക് കോംപ്ലക്സ്. ഇൻഷാ അല്ലാഹ് നാളെ ഒരു കുട്ടി കൂടി വിവാഹത്തിലേക്ക് കടക്കുകയാണ്. ഫാത്തിമ ബീവി, റഹ്മത്ത് ബീവി പുളിക്കൽ ഹൗസ് എന്നിവരുടെ മകൾ അലനല്ലൂരിലുള്ള പാലക്കാഴിയിലുള്ള മോളുടെ വിവാഹമാണ് നടക്കുന്നത്. വരനായി എത്തുന്നത് അബ്ദുറഹ്മാൻ TP, മൈദീൻകുട്ടി ഫാത്തിമ, പാങ്ങ് ചേണ്ടിയിലുള്ള അവരുടെ മകനും കൂടെയുള്ള നിക്കാഹാണ് നടക്കുന്നത്. നിക്കാഹിന് നേതൃത്വം നൽകുന്നത് OMS മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിസാമി മേലാറ്റൂരാണ്. സമസ്തകല ജമിയത്തുൽ ഉലമയുടെ സമുന്നതരായ മണ്ണാർക്കാട് മേഖലയിലുള്ള
നേതാക്കന്മാരെത്തിച്ചേരുന്നു. റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന നേതാക്കന്മാരെത്തിച്ചേരുന്നു. രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിലുള്ള എല്ലാ ആളുകളുടെയും നേതൃത്വത്തിൽ നാളെ നടത്തപ്പെടുന്ന വിവാഹത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. പ്രിൻസിപ്പൽ ഇബ്രാഹിം അൻവരി, മാനേജർ VP മുസ്തഫ, സെയ്ദലവി, KP യൂസഫ്, അൻസാർ ഫൈസി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ സെമിനാറോടെ പെരിന്തൽമണ്ണ പട്ടിക്കാട് ശാന്തപുരം അൽ ജാമിയ ബിരുദദാന സമ്മേളനത്തിന് തുടക്കമായി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസമല്ല, മൂല്യബോധമാണ് മനുഷ്യനെ സ്വതന്ത്രമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസവും ന്യൂനപക്ഷ ശാക്തീകരണവും എന്ന വിഷയത്തിലാണ് വിദ്യാഭ്യാസ സെമിനാർ നടന്നത്. മാനവികത വളർത്തുന്നതിൽ യൂണിവേഴ്സിറ്റികൾക്ക് പങ്കുവഹിക്കാനുണ്ട്. ജാഗ്രത വേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് നാം മാറേണ്ടതുണ്ടെന്നും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ മുബാറക് പാഷ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർത്തമാന കാലത്തോടല്ല ഭാവിയോടാണ് സംസാരിക്കുന്നതെന്നും അൽജാമിയ അത്തരമൊരു സ്ഥാപനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ബ്യൂറോക്രസി, ന്യൂനപക്ഷ പ്രാതിനിധ്യം, ഉന്നത ഇസ്ലാമിക വിദ്യാഭ്യാസം, മുസ്ലിം ശാക്തീകരണം, മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ദൗത്യങ്ങൾ, ഗുണമേന്മ തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഡോക്ടർ സെഡെ അസ്റഫ്, ഡോക്ടർ നഹാസ് മാള, ഡോക്ടർ കുഞ്ഞഹമ്മദ് പുലവത്ത്, ഡോക്ടർ AB മൊയ്തീൻകുട്ടി, ഡോക്ടർ P നസീർ, അദു നസീർ അസരി, ഹാരിസ് കുദവി മടപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അൽജാമിയ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ T തൻവീർ ബഷീർ ഹസൻ സംസാരിച്ചു. കഥകളിയിലെ ഏറ്റവും വലിയ സമ്മാനമായ വാഴയങ്കട കുഞ്ചുനായർ സംസ്തുതി സമ്മാൻ പുരസ്കാരം കഥകളി ആചാര്യൻ വാഴയങ്കട വിജയന് സമ്മാനിക്കും. ജനുവരി 14 3 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. വാഴയങ്കട കുഞ്ചുനായരുടെ പുത്രനും അദ്ദേഹത്തിന്റെ സൗന്ദര്യദീക്ഷ കാത്തുസൂക്ഷിച്ച് കലാമണ്ഡലം പ്രിൻസിപ്പലായി വിരമിച്ചയാളുമാണ് വാഴയങ്കട വിജയൻ. കേരള സർക്കാരിന്റെ കഥകളി പുരസ്കാരം ഉൾപ്പെടെ പല പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കത്തി, വെള്ളത്താടി വേഷങ്ങളിലാണ് വിജയന്റെ കലാവൈഭവം കൂടുതലായി കഥകളി അരങ്ങുകളിൽ പ്രകടമായിരുന്നത്. വലിയ ശിഷ്യസമ്പത്തിന് ഉടമ കൂടിയാണ് അദ്ദേഹം. പ്രശസ്തി പത്രവും അംഗവസ്ത്രവും 1 ലക്ഷം രൂപയും അടങ്ങുന്നതാണ് കുഞ്ചുനായർ സംസ്തുതി സമ്മാൻ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം. മണ്ണാർക്കാട് കുമരമ്പത്തൂർ നെച്ചുള്ളി PRC സംഘടിപ്പിക്കുന്ന സൂപ്പർ 8 സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. ISL കളിച്ച താരങ്ങൾ ഉൾപ്പെടെ അണിനിരക്കുന്ന 8 ടീമുകൾ പങ്കെടുക്കുന്ന 7 മത്സരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PRC മൈതാനിയിൽ രാത്രി 8 മണിക്കാണ് മത്സരം. 7 ദിവസം നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റിൽ AFC അമ്പാഴക്കൂടും KFC കൂമഞ്ചിറയുമാണ് ഉദ്ഘാടന ദിനത്തിൽ കളിച്ചത്. സ്വന്തം ഗ്രൗണ്ടും ലൈബ്രറിയും ശുദ്ധജല സംവിധാനവും PRCക്കുണ്ട്. വിജയിക്കുന്ന ടീമിന് 35,000 രൂപയും പടുകൂറ്റൻ ട്രോഫിയും, രണ്ടാമത്തെ ടീമിന് 20,000 രൂപയും പടുകൂറ്റൻ ട്രോഫിയുമാണ് സമ്മാനം. മത്സരത്തിൽ നിന്നുള്ള വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ചെലവഴിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്നേഹം നിറഞ്ഞ നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. PRC നെച്ചുള്ളി സംഘടിപ്പിക്കുന്ന അഖില കേരള സൂപ്പർ 8 സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സജിലി ഗ്രൂപ്പ് മണ്ണാർക്കാട് സ്പോൺസർ ചെയ്യുന്ന സൂപ്പർ 8 2023-24 തുടക്കമാണ് ഇന്ന് PRC മിനി സ്റ്റേഡിയത്തിൽ. നമ്മുടെ ബഹുമാനപ്പെട്ട VA കൃഷ്ണദാസ് DYSP സാർ, മണ്ണാർക്കാടിൻ്റെ ആദരണീയനായ കൃഷ്ണദാസ് സാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രമുഖ 8 ടീമുകൾ പങ്കെടുക്കുന്ന അഖിലേന്ത്യാ തലത്തിലും ഇന്ത്യയിൽ തന്നെ ISL പോലെ മറ്റു പ്രമുഖ ക്ലബ്ബുകളിൽ കളിക്കുന്ന പ്ലേയേഴ്സ് പോലും വന്ന് കളിക്കുന്ന മെഗാ ടൂർണമെൻ്റാണ് PRC ഇന്നു മുതൽ തുടർച്ചയായി 7 ദിവസങ്ങളിൽ നടത്താൻ പോകുന്നത്. നമ്മുടെ ലക്ഷ്യം ജീവകാരുണ്യ, സാമൂഹ്യ, സാംസ്കാരിക, കലാകായിക, വിദ്യാഭ്യാസ രംഗത്ത് നാട്ടിൻ്റെ ഉന്നമനത്തിനും ജനങ്ങൾക്ക് നന്മ സേവനം ചെയ്ത് 55 വർഷത്തോളമായി സ്വന്തം നമ്മുടെ കേരളത്തിലെ കരയിൽ തന്നെ അഭിമാനിക്കാവുന്ന രീതിയിൽ സ്വന്തം ക്ലബും കളിസ്ഥലവും വോളിബോൾ കോർട്ടും ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ കുടിവെള്ള സൗകര്യങ്ങളും സമൂഹത്തിന് കുടിവെള്ളം നൽകുവാനുള്ള കുടിവെള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ വായനാശീലം ആയുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ലൈബ്രറിയും ഉൾപ്പെടെയുള്ള പബ്ലിക് റീഡിംഗ് റൂം ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് PRC നെച്ചുള്ളി.
എന്തായാലും നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തം സപ്പോർട്ടാണ് ഈ 55 വർഷം ഈ ക്ലബിൻ്റെ മികവുറ്റ പ്രവർത്തനത്തിന് കാരണം. എല്ലാവരെയും ഈ മെഗാ സെവൻസ് അഖില കേരള ഫുട്ബോൾ നൈറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ ജുനൈസ് നെച്ചുള്ളി, അൻഷാദ് തോട്ടാശ്ശേരി, അലി തോട്ടാശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം പാലപ്പുറം ചിന്നക്കുത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന മണ്ഡല താലപ്പൊലി നിറമാല മഹോത്സവം ഭക്തി നിർഭരമായി. ജില്ലയിൽ ആദ്യമായി വർണ്ണവിസ്മയ ദീപങ്ങളും താലപ്പൊലിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ചിന്നക്കുത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡല താലപ്പൊലി നിറമാല മഹോത്സവമാണ് അതിവിപുലമായി ആഘോഷിച്ചത്. വൈകിട്ട് ദീപാരാധനയോടുകൂടി പഞ്ച ആയുധം സന്ധ്യാദീപ സമർപ്പണവും ജില്ലയിൽ ആദ്യമായി വർണ്ണവിസ്മയ ദീപങ്ങളും ക്ഷേത്രത്തിലൊരുക്കി. തുടർന്ന് 50-ൽ പരം കലാകാരന്മാർ അവതരിപ്പിച്ച ഡബിൾ സ്റ്റേജ് മ്യൂസിക് ഫെസ്റ്റ് നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം താലം കൊളുത്തി വരുന്നതോടൊപ്പം കമ്പം കത്തിക്കലുമുണ്ടായി. ചടങ്ങിൽ അഖില കേരള വെളിച്ചപ്പാട് സംഘത്തിന്റെ ദേശീയ പുരസ്കാരം നേടിയ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായ പ്രഭാകരൻ നായരെയും ദേശീയ പുരസ്കാരം നേടിയ മേപ്പടിയൻ സിനിമയുടെ നിർമ്മാതാവായ എം മുകുന്ദനെയും നിർമ്മാല കമ്മിറ്റിയുടെ പേരിൽ ആദരിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണപുരം പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലകാല താലപ്പൊലി ആഘോഷിച്ചു. തന്ത്രി പടിഞ്ഞാറെ നെടുമ്പുള്ളി മനക്കൽ വസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ ആചാര്യതയിൽ നടന്ന ചടങ്ങുകൾക്ക് തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് പാന ഇറക്കൽ, ചുറ്റുവിളക്ക്, ദീപാരാധന, കളമ്പാട്ട്, തുടർന്ന് താലം നിരത്തൽ എന്നിവയും ഉണ്ടായിരുന്നു. കരിമ്പുഴ കുലിക്കിലിയാട് യുവചേതന പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഹെയർ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. GLP സ്കൂളിൽ നടക്കുന്ന NSS വളണ്ടിയർ ക്യാമ്പിലാണ് ഹെയർ ഡൊണേഷൻ നടത്തിയത്. അനിത, അനുകൃഷ്ണ, നീലിമ, കീർത്തി, ജോസ്ലിൻ ജെയ്മോൻ, ഷിൻസി ജെയ്മോൻ എന്നിവരാണ് കേശദാനം നടത്തിയത്. വസുദേവൻ മാസ്റ്റർ, അനിത, രാമകൃഷ്ണൻ, മധു നെല്ലായ, ഷീബ പാട്ടത്തോടി എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വിഭാഗം 30 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. 30 രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ഉൾപ്പെടെ 30-ാം വാർഷികത്തിൻ്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ രോഗി ചികിത്സാ സേവന പരിപാടികളാണ് മൗലാന ആശുപത്രി തീരുമാനിച്ചിട്ടുള്ളത്. ആഘോഷ പരിപാടികൾ P. അബ്ദുൾ ഹമീദ് MLA ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ 1993-ലാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയാ വിഭാഗം ആരംഭിച്ചത്. ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ ഇതിനകം 1.25 ലക്ഷത്തിലധികം താക്കോൽദ്വാര ശസ്ത്രക്രിയകൾ മൗലാനയിൽ ചെയ്തു കഴിഞ്ഞു. താക്കോൽദ്വാര ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ 30-ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധങ്ങളായ രോഗി ചികിത്സാ സേവന പരിപാടികൾ സംഘടിപ്പിക്കും. പരിപാടികളുടെ ഉദ്ഘാടനം P. അബ്ദുൾ ഹമീദ് MLA നിർവഹിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഒരു മെഡിക്കൽ സിറ്റി എന്നുള്ള നിലക്കാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയെ അറിയുന്നത്. അതിൽ ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഞാൻ പറഞ്ഞ വളരെ കർമ്മോത്സുകനായി പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു ഡോക്ടർ എന്ന് തന്നെ ഇസ്മായിൽ ഡോക്ടറെ വിശേഷിപ്പിക്കാം. ചിന്തിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് 1.25 ലക്ഷത്തോളം ഇവിടെ ഈ പെരിന്തൽമണ്ണ മാത്രമല്ല, ഇവിടെ കേരളത്തിന് ഇന്ന് ജോലി ചെയ്യുന്ന മിക്കവാറും ആശുപത്രിയിലെ കീഹോൾ സർജറി ഡോക്ടർമാരൊക്കെ ഇവിടുന്ന് ട്രെയിൻ ചെയ്തു പോയ ആൾക്കാരാണ്. ഇസ്മായിൽ ഡോക്ടർക്ക് ശിക്ഷണം നൽകിയ ആൾക്കാരാണ്. നിരവധി ദേശീയ അവാർഡുകൾ, അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കാൻ, അവിടെയൊക്കെ തന്നെ വലിയ വലിയ തോതിലുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനൊക്കെ അവസരം കിട്ടിയ ആളാണ് ഇസ്മായിൽ ഡോക്ടർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം 1.25 ലക്ഷത്തോളം കീഹോൾ സർജറി അമേരിക്കയിൽ, ചൈനയിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേറ്റർക്കുള്ള അവാർഡ് അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇസ്മായിൽ ഡോക്ടർ. അതൊന്നും പലപ്പോഴും നമ്മൾ അറിയാറില്ല. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്ന ഒരു ഡോക്ടർ. അദ്ദേഹത്തിന്റെ ഒരു കാലനൂറ്റാണ്ട് 3 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനം. ചികിത്സാ രംഗത്തെ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിന്റെ സേവനം സംബന്ധിച്ച് ചിത്രീകരിച്ച ഡോക്യുമെന്ററി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ KSED ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശസ്ത്രക്രിയാ ക്യാമ്പുകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 30 രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ശസ്ത്രക്രിയ ഉൾപ്പെടെ മൗലാന ആശുപത്രി നടപ്പാക്കുന്ന വിവിധ സൗജന്യ ചികിത്സാ സേവന പദ്ധതികൾ സർജിക്കൽ മേധാവി കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ വിവരിച്ചു. 5-ാം തീയതി വെള്ളിയാഴ്ചയോടുകൂടി എല്ലാ വെള്ളിയാഴ്ചകളിലും 3 മുതൽ 6 വരെ 2 മണിക്കൂർ തരം 4 മുതൽ 6 വരെ
നമ്മൾ ഒരു ഫ്രീ ക്ലിനിക്, അത് ഏത് പാവപ്പെട്ട രോഗികൾക്കും അർഹരായ രോഗികൾക്കും എല്ലാ കൺസൾട്ടേഷൻസും ഫ്രീ ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സർജറി വേണ്ടി വരുന്ന പേഷ്യൻസിന് നമ്മൾ മിതമായ നിരക്കുള്ള ഇളവോടുകൂടി അത് നമ്മുടെ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഒരു 30 പേഷ്യൻസിന് നമ്മൾ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടുള്ള, അത് ഏത് ടൈപ്പിലുള്ള താക്കോൽദാര ശസ്ത്രക്രിയ ആണെങ്കിലും നമ്മൾ അടുത്ത വർഷത്തിൽ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ യങ് സർജൻസിന് നമ്മൾ കൂടുതൽ തുടർ പരിപാടി, ഇന്നിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ആരംഭം നമ്മൾ ഒരു CME കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഫോർ ജനറൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് യങ് സർജൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് സർജറിയിലുള്ളത്. അത് നമ്മൾ എല്ലാ മാസവും നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇനിയും പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അടുത്ത വർഷം നമ്മളത് ചെയ്യാൻ സാധിക്കും എന്ന്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാംദാസ്, ഡോക്ടർ ദിലീപ്, ഡോക്ടർ സുധാകർ, കസ്റ്റമർ റിലേഷൻസ് മാനേജർ അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക ഭിന്നശേഷി ദിനത്തിൽ മൗലാന സംഘടിപ്പിച്ച പ്രബന്ധ മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അടുത്ത 10 വർഷവും രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാവുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. BJPക്കൊപ്പം നിന്നാൽ കേരളത്തിലും വലിയ മാറ്റങ്ങൾ വരുമെന്നും K. സുരേന്ദ്രൻ. വികസന പദ്ധതികളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുന്നതായി ആക്ഷേപം. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. ഒരു വാർഡുകളോടും വേർതിരിവും വിവേചനവും കാണിച്ചിട്ടില്ലെന്ന് ഭരണപക്ഷം. 3ാം വാർഷികം ആഘോഷിച്ച് ഭരണസമിതി വിട്ടുനിന്ന പ്രതിപക്ഷം. ശ്രീകൃഷ്ണപുരത്ത് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചു പഞ്ചായത്ത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കച്ചവടക്കാരെയാണ് ഒഴിപ്പിച്ചത്. സ്ഥലത്ത് കച്ചവടക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം. ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. വൈകാരികതയുടെയും വെറുപ്പിന്റെയും രാഷ്ട്രീയമല്ല വേണ്ടതെന്നും മുനവർ അലി തങ്ങൾ. മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര പൊളിച്ചത് കൗൺസിലിൽ ചർച്ച ചെയ്യാതെ. ധൃതി പിടിച്ചുള്ള തീരുമാനത്തിനു പിന്നിൽ മറ്റു താൽപര്യങ്ങളെന്നും യാത്രക്കാർ.